ഹലോ ഗായ്സ്, 2 ദിവസം ട്രിപ്പില്ലാത്തത് കൊണ്ട് ഒന്നും നോക്കിയില്ല. നേരത്തെ എണീറ്റ് 5:30 മണിക്ക് എണീറ്റിട്ടാ. കറക്റ്റ് 6:30 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി ഇന്നലെ എയർ അടിച്ച് CNG അടിച്ചിട്ട് ഇന്നലെ ആകെ 2 ട്രിപ്പാണ് കിട്ടിയത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസം കൊണ്ടാണ് ഞാൻ ഇറങ്ങിയേക്കണത്. ഇന്ന് എങ്ങനെയുണ്ട്, ഇന്ന് ഊബർ നമുക്കിട്ട് പണി തരുമോ ഇല്ലെന്നൊക്കെ കാണാട്ടോ. ഞാൻ ഇത്ര നേരത്തെ ഇറങ്ങിയിട്ട് ട്രിപ്പ് ഉണ്ടായില്ലേന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മച്ചാന്മാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈറ്റർ. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കണത്, ലൈഫിൽ എന്തൊക്കെ നടക്കും, ഇന്നത്തെ ദിവസം എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും, അത് രാവിലെ എണീറ്റ് ഓടിയിട്ട് ഗുണമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഇന്നറിയാം. ഞാൻ മാക്സിമം ഒരു 3 മണി വരെ ഓടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെയാണ് നോക്കാട്ടോ. ഗൈസ്, ഞാൻ ഊബർ ഓണാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ്. ഞാൻ ഊബർ ആപ്പ്, ഒല, യാത്രി, ഈ 3 ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മെയിൻലി ഞാൻ ഊബറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഊബർ വിളിച്ച് കയറുന്ന കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് എൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവരും വീഡിയോയിലായിട്ട് പോവാം. 6:46 ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. വെള്ളിയാഴ്ചയാണ്, നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇനി എപ്പോൾ ഒരു ട്രിപ്പ് അടിക്കും എന്നൊന്നും അറിയില്ല. പുറത്ത് നല്ല കൊതുകുണ്ട് കണ്ടോ. ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പം കയറും കൊതുക്, കസ്റ്റമറിൻ്റെ ഒപ്പം ഓടി കയറും കൊതുക്. ഇന്നധികം ലാഗ് അടിപ്പിച്ച് കൊല്ലാതെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇന്ന് പകുതി CNG നമുക്ക് ഉണ്ട് കേട്ടോ. ഓൾറെഡി 56 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുള്ളൂ CNG അടിച്ചിട്ട്. പിന്നെ പെട്രോൾ തീർന്നിരിക്കുന്നതാണ്. ട്രിപ്പൊന്നും വന്നിട്ടില്ല. ട്രിപ്പ് വന്നിട്ട് നമുക്ക് വണ്ടി അനക്കണമായിരിക്കും നല്ലത്. ഇപ്പോൾ ബാക്കിലൊരു വണ്ടി വന്നു, അപ്പോൾ ഒന്ന് സൈഡ് കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെ നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് കുറേ ദിവസമായി. ഒന്ന് നോക്കിയേക്കാം. 22,141 കിലോമീറ്റർ നമ്മുടെ വണ്ടി കവർ ചെയ്തിട്ടാ. എത്ര ഓടിയിട്ടുള്ളൂ. ഈ ഒരു കുട്ടൻ നോക്കിക്കണ്ടല്ലോ. പോയിക്കോ പോയിക്കോ. ചേട്ടൻ വണ്ടി കഴുകണം. ATH ബാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പർ സൈഡാണ്. യെസ്, അവിടെ കിടക്കട്ടെ. ട്രിപ്പ് വന്നില്ല. എന്ത് പറ്റി? ആർക്കും പോകണ്ടേ, എവിടെയും പോകണ്ടേ? വെള്ളിയാഴ്ച രാവിലെ ഒന്നും ആർക്കും എവിടെയും പോകണ്ടേ? ആരെങ്കിലും ബുക്ക് ചെയ്യൂ, പെട്ടെന്ന് ബുക്ക് ചെയ്യൂ. ആ ചേട്ടൻ റേഷൻ കട തുറന്നു. ആ ചേട്ടൻ്റെ ആദ്യത്തെ ദിവസം തുടങ്ങണതാണ്ട. ആ പ്രാവുകൾ അവിടെ നോക്കിയിരിക്കണായിരുന്നില്ല. ആ ചേട്ടൻ വന്ന് കുറച്ച് അരി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ആ ചേട്ടൻ്റെ ആദ്യത്തെ ദിവസം തുടങ്ങിയത് വേണ്ട. ആ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുത്തണ്ട. അതിൻ്റെ ഉള്ളിലുണ്ട് ആ ചേട്ടൻ. അതൊരു റേഷൻ കടയാണത്. വേണ്ടാ, ഉള്ളിട്ട് കൊടുക്കണ്ട്. വേണ്ടാ, ഗോതമ്പാണ് ഇട്ട് കൊടുക്കണേടാ. അടിപൊളി. നമുക്ക് ഊബർ ഓട്ടം തന്നില്ലടാ. 7 മണിയായി. അപ്പം ഞാൻ വന്നു നിന്നിട്ട് 1/4 മണിക്കൂറായിട്ടോ. രക്ഷയില്ലല്ലോ ഗൈസ്, ഇന്നും രക്ഷയില്ലേ. സീസണൊക്കെ കഴിഞ്ഞ് പാക്കേജ് പോയ വണ്ടികളെല്ലാം തിരിച്ചെത്തിയെന്നാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും മരത്തണലിൽ പോയി കിടക്കേണ്ടി വരും ഒരു ട്രിപ്പ് കിട്ടാൻ. ട്രാപ്പാണ്. ഊബർ ട്രിപ്പ് തന്നെ ഇല്ലട്ടോ ഗൈസ്. നമുക്ക് വലയും കൂടി ഓണാക്കി ഇട്ടേക്കാം. ട്രിപ്പ് തന്നെ ഇല്ലല്ലോ നമുക്ക്. ശോകം. ചോറ്റാനിക്കരയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടാ. ചോറ്റാനിക്കരയിലേക്ക് കിട്ടിയതും കൊണ്ട് നമുക്ക് ഊബറിൽ തന്നെയാണ് അടിച്ചാണ് ട്രിപ്പ്. ലെറ്റ്സ് ഗോ. അതാ വെക്കാത്തോളണേ.
ചോറ്റാനിക്കരയിൽ നിന്ന് തിരിച്ചൊക്കെ റിട്ടേൺ ട്രിപ്പ് കിട്ടുമെന്നൊന്നും അറിയില്ലടേ. ഊബറിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചോറ്റാനിക്കര ഭാഗത്തോട്ട് പോകണം കേട്ടോ. ഫ്രണ്ട്സ് ഞാൻ പോയി പിക്ക് ചെയ്തിട്ടാ ലൊക്കേഷൻ എത്തി. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഗൈസ് ചോറ്റാനിക്കര അമ്പലത്തിലാണ്ടാ വന്നേക്കണ. ദൈവമേ കാത്തോളണേ. കസ്റ്റമർ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. കാരണം കസ്റ്റമർ ശോകമായിരുന്നു. ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഭയങ്കര സ്മെല്ലാണ് ഗൈസിപ്പോൾ. വേറെ ഒന്നിൻ്റെ അല്ല, കുഴമ്പിൻ്റെ വേണം. ആ ചേച്ചി കയറിയിട്ട് കുഴമ്പിരുന്ന് തേക്കണ. ഞാൻ നോക്കിയപ്പോൾ സീറ്റിൽ കാലൊക്കെ നീട്ടി വെച്ച് കുഴമ്പ് എന്തോ ഒരു ഭയങ്കര സ്മെല്ലുള്ള ഒരു കുഴമ്പെടുത്ത് തേച്ച്. ഞാനപ്പോൾ പറഞ്ഞ് പുള്ളിക്കാരത്തിനോട്, മാഡം വണ്ടിയിൽ ആക്കരുത്, കാരണം മാഡം ഇറങ്ങിപ്പോയാലും ആ സ്മെല്ല് ഇറങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഇല്ല വണ്ടിയിലായിട്ടൊന്നുമില്ല, പക്ഷേ കുഴമ്പിരുന്ന് തേച്ചിട്ട് എൻ്റെ വണ്ടി ഫുള്ള് സീനാക്കി ഗൈസ്. ഇവിടെ നോ പാർക്കിംഗ് ആണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചേക്കട്ടെ. അതാണ് ചില കസ്റ്റമർ കയറി കഴിഞ്ഞാൽ കണ്ട താഴത്തേക്ക് കണ്ട തുള്ളി 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 അതൊക്കെ കുഴമ്പാണ്. കുഴമ്പിന് ഒരു വല്ലാത്ത ജാതി മണം. എന്ത് സ്മെല്ലാണെന്ന് പറയാനും പറ്റുള്ള എന്തൊരു മണം. ആകെ ഒരു ഇടങ്ങേറ്. എത്ര നോളേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വകതിരിവ് വട്ടപൂജ്യം. മറ്റേ സ്ഫടികത്തിൽ തിലകം പറയില്ലേ, അതാണ് സംഭവിച്ചത് ഇപ്പം. എന്തൊരു മണോ എൻ്റെ പൊന്നോ. ഇനിയിപ്പോൾ അടുത്ത കസ്റ്റമർ കയറുമ്പോൾ സീനായിരിക്കും. താനെന്താ കുഴമ്പൊക്കെ തേച്ചിട്ടാണ് വന്നേന്ന് ചോദിക്കും. അങ്ങനത്തെ സീനായി പോയല്ലോ ദൈവം. കുഴമ്പെന്ന് പറഞ്ഞല്ലേ ഒരുമാതിരി എന്തോ വാദത്തിനൊക്കെ തേക്കണം കുഴമ്പ് പോലെ. എന്തോ ഒരു വല്ലാത്ത ജാതി മണം. AC-ലോട്ടൊക്കെ കയറി പിടിച്ചെന്ന് വേണം മണം. നോ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. എന്തൊരു സീനാണല്ലേ. അതാണ് ചില കസ്റ്റമർ കയറി കഴിഞ്ഞാൽ നമുക്ക് വള്ളിയാണ് വള്ളി. കൈനീട്ടമാണ് സംഭവം. ശരി 410 രൂപ അവർ തന്ന്, അതിൽ 100 രൂപ ഊബർ കൊടുത്ത് 312 രൂപ എനിക്കും തന്നു. പക്ഷേ സീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതാണ്. രൂപ 47 പൈസ ഉണ്ടായി ഊബർ എനിക്ക് തന്നേക്കണത്. 100 രൂപ ഒറ്റടിക്ക് മുക്കി. എന്താണ് ഊബർ? കുഴമ്പ് തേച്ചിരിക്കണ ചേച്ചിയാണ്. ആ സാറ് പറഞ്ഞു കുഴമ്പ് തേക്കല്ലേന്ന്. എന്നിട്ട് എവിടെ കേൾക്കാൻ. ഞാൻ പറഞ്ഞു മാഡം തേക്കണം കൊണ്ട് കുഴപ്പമില്ല, ആ സീറ്റിലൊന്നും ആക്കാതിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പണിയാവുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ ഇറങ്ങി പോയിട്ടുണ്ട് കുഴമ്പൊക്കെ തേച്ച്. ഒരു 45-50 വയസ്സുള്ള ഒരു ചേച്ചിയാണ്ടാ. വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ കാറിൽ കയറിയിരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആരോട് പറയാൻ. നല്ല സ്മെല്ലാണ്, നല്ല സ്മെല്ലുണ്ട് ഉള്ളിൽ. ഗൈസിൻ്റെ അടുത്തൊരു ട്രിപ്പ് വരട്ടെ ഏട്ടാ. ഇടങ്ങേറാണെന്ന് ചില കസ്റ്റമറൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ കാറൊക്കെ ആകെ ഇടങ്ങേറാവും. ഒന്ന് അവർക്കൊന്ന് ആലോചിക്കാല. ഒരു കാറിലാണ് കയറിയേക്കണത്. എൻ്റെ മൂക്കൊക്കെ അവിടത്തില്ലേ കുത്തിക്കയറുന്ന സ്മെല്ലായിരുന്നു. എൻ്റെ പൊന്നോ എന്തോന്ന് പറയാൻ. പോയി ആ സാറ് ഒരു പാവം പിടിച്ച സാറാണ്. ഇപ്പോൾ മാഡം അവിടെ ഇറങ്ങിപ്പോയി. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ ബോധം കെട്ട് പോകണമല്ലേ കർത്താവേ. ഇനിയിപ്പോൾ അടുത്ത കസ്റ്റമർ ഇറക്കി കഴിയുമ്പോൾ അവർ എന്തോ ആടാ ഈ കാറിൻ്റെ ഉള്ളിൽ എന്ത് സ്പ്രേ ആണോ നീ അടിച്ചേക്കണേന്ന് പറയും. ഞാൻ കുഴമ്പ് സ്പ്രേ ആണെന്ന് പറയും. ഗൈസ് അമ്പലത്തിൽ നിന്ന് തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കിഴക്കമ്പലത്തേക്കാണ് അടിച്ചേക്കണത്. എവിടെയൊക്കെയോ നല്ല കേട്ട് മറന്ന സ്ഥലങ്ങളാണ് അതൊക്കെ.
അപ്പോൾ ഞാൻ നൈസായിട്ട് പോയി പിക്ക് ചെയ്യട്ടാ. കസ്റ്റമർ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാടാ. ഗൈസ് ഇപ്പോൾ സമയം 9 മണിട്ടാ. ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് 649 റുപ്പീസ് കിട്ടിയിട്ടാ. പിന്നെ ആ ലൊക്കേഷനിൽ നിന്നൊരു 3 കിലോമീറ്ററും കൂടി ഉള്ളിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാ. കാരണം പുള്ളിക്ക് ലൊക്കേഷൻ അറിയില്ലായിരുന്നു. സോ ഞാൻ അങ്ങനെ 3 കിലോമീറ്ററും കൂടി ഓടിച്ചായിരുന്നിട്ടാ. അപ്പോൾ പുള്ളി ചോദിച്ചാൽ ഇവിടെ എത്തിയപ്പോൾ എത്ര രൂപയെന്ന് വെച്ചപ്പോൾ അതെ അടുത്ത് വന്നിട്ടുണ്ടാ. തൃപ്പൂണിത്തറയിലേക്കാണത്. പുള്ളി ചോദിച്ചാൽ എത്ര രൂപയായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഊബറിൻ്റെ ബേസ് ചാർജ് തന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ബേസ് ചാർജ് ഞാൻ നോക്കിയപ്പോൾ 75 റുപ്പീസ് ഉണ്ട്. അങ്ങനെ ഒരു 3 കിലോമീറ്റർ ഓടാൻ 75 റുപ്പീസും കൂടി നമുക്ക് എക്സ്ട്രാ മേടിച്ചു. അപ്പോൾ 585 റുപ്പീസ് പുള്ളി ഇട്ട് തന്നിട്ടാ. അങ്ങനെയാണ് ഈ ട്രിപ്പ് അവസാനിച്ചത്. നല്ലൊരു കസ്റ്റമറായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ജഗ്ഗായിട്ടുള്ള ഒരു കസ്റ്റമറാണ്. സ്ഥലം നോക്കിയാൽ നിങ്ങൾ വണ്ടർഫുൾ ഷോട്ട്. ട്രിപ്പ് നൈസ്. കറക്റ്റ് ഗ്യാപ്പാണ്. ചെറിയൊരു കുഴിയിലേക്ക് കയറിയിരുന്നെങ്കിൽ അപ്പുറത്തോട്ട് പോയാൽ നമുക്ക് ഈ കസ്റ്റമറേയും കൂടി പിക്ക് ചെയ്തിട്ട് പോകട്ടെ. കസ്റ്റമർ എവിടെ നിൽക്കണേന്നറിയാം. അയ്യോ അങ്ങോട്ടാണ് നല്ല പോകേണ്ടത്. ഗൈസ് നമുക്ക് അങ്ങോട്ടേക്കായിരുന്നു കേട്ടോ പോകേണ്ടത്. ലൊക്കേഷൻ തെറ്റാണ് കാണിച്ചത്. വണ്ടി വന്നുണ്ട് പുറകിൽ. അപ്പോൾ വച്ചാൽ വരെ ഞാൻ ഈ ട്രിപ്പും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കട്ടേടാ. ഇപ്പോൾ ആ കയറിയ കസ്റ്റമർ, ഞാനിപ്പോൾ ഡ്രോപ്പ് ചെയ്ത കസ്റ്റമർ നല്ല കസ്റ്റമർ ആയിരുന്നു. അടിപൊളി മച്ചാൻ, നല്ല കമ്പനി മൈൻഡായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുണ്ടാക്കി പോകുന്നത്. അപ്പോൾ കൊച്ചി റൈഡറിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. മച്ചാൻ ഇതേപോലെ ഒരു ഗെയിമിങ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. മച്ചാൻ അങ്ങനെ ഇട്ടുകളഞ്ഞ് നേരെ ദുബായിൽ പോയി സെറ്റായി എന്നൊക്കെയാണ് പറഞ്ഞേട്ടാ. ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായി ഇത്ര നേരം വന്നത്. ഈ ട്രിപ്പും കൂടി നമുക്ക് എടുത്തിട്ട് ബാക്കി നോക്കാം. ഇത് തൃപ്പൂണിത്തറയിലേക്കുള്ള ട്രിപ്പാണ്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ. നമുക്ക് ഈ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാടാ. ഗൈസ് ഞാൻ ഈ ട്രിപ്പ് എടുക്കട്ടെ. കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എത്താറായി. ഗൈസ് ഞാനൊരു കൽപ്പൊടിയിട്ട വഴിയിലൂടെയൊക്കെ കയറി ഗൈസ്. എന്നിട്ട് ആ റോഡ് അറ്റത്തെത്തി കഴിഞ്ഞപ്പോൾ ഫുള്ള് തങ്ങി നിൽക്കണം. പോവില്ല. ആകെ ഒരു 450 മീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷെ റോഡൊക്കെ പൊളിഞ്ഞും ഇതൊക്കെ കിടക്കണം. വണ്ടിയുടെ അടിവല്ല തട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ എവിടെ ഇരിക്കണേന്നൊക്കെ അറിയാം. ഈ കസ്റ്റമറെ ക്യാൻസൽ അടിച്ച് കളയേണ്ടി വരും കേട്ടോ മിക്കവാറും. ഞാൻ ക്യാൻസൽ അടിച്ചിട്ടാ. ഒരുമാതിരി വൃത്തിയായിട്ട റോട്ടിലോട്ട് വിളിച്ചിട്ട് എടുക്കണമില്ല കസ്റ്റമർ. വല്ലാത്തൊരു കസ്റ്റമർ. ഇത്രയും ഓഫ് റോഡ് മൊത്തം കുഴിയും ഇതൊക്കെ ആയിരുന്നു. വിളിച്ചെടുക്കാൻ പാടില്ല. വിളിച്ചെടുത്തില്ല. നമ്മ ഈ പെട്ടുപോയി വല്ല കുഴിയിലും പോയി ചാടി കഴിഞ്ഞിട്ട് വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ. ഒരുമാതിരി വൃത്തികെട്ട റോഡ് ഉണ്ടോ. മൊത്തം കുഴിയും ഇതൊക്കെ താണ്ടി ഇവിടം വരെ എത്തിയത് വെറുതെ പോയി. ശോകം. കാണാൻ കൊള്ള സ്ഥലം, പക്ഷേ റോഡൊക്കെ ശോകം. ഞാനിപ്പോ പോയി ഏതൊരു കണ്ടത്തിലേക്ക് പോയി ചാടിയാനെ കൊണ്ടുവരാം. കസ്റ്റമർ വിളിച്ചെടുക്കണം. കസ്റ്റമർ വിളിച്ചാൽ നമുക്കൊരു ധൈര്യം തന്നെയാണെങ്കിൽ കാറ് വന്ന വഴിയാണ് കമോൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പോവാം. ഇതിപ്പോൾ അറിയാത്ത വഴിയിലൂടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ. കയറ്റത്തിലൊക്കെ നല്ല കുഴിയാണ്. വണ്ടികളെന്ന് പറഞ്ഞാൽ കറങ്ങി കളിക്കും. ആ ട്രിപ്പ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്.
ആ ട്രിപ്പ് തന്നെയാണ്. സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ അവിടെ ഉണ്ടെന്ന് പറയാം. വിളിച്ചിട്ട് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പോവാ. ഗൈസ്, ആ കസ്റ്റമർ പിന്നെയും വിളിച്ചിട്ടാ, പിന്നെയും വന്നത് ആ കസ്റ്റമർ തന്നെയാണ്. കസ്റ്റമർ എടുക്കണമെന്നുണ്ട്. ഞാനിത് എവിടെ പോയി എടുക്കാനാ? പുള്ളിക്കാരി പറയണത് ആ വഴി തന്നെ കയറി, ആ വഴി തന്നെ കയറുന്ന. ആ വഴി കയറിയിട്ട് കൽപ്പൊടിട്ട റോഡ് അറിയാം, ആ പുള്ളിക്കാർക്ക് അറിയില്ല. പിന്നെ എന്ത് പറയാനാണ്? ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ ഓട്ടോക്കാരും പറയണ ആ വഴി തന്നെ കയറി, എന്നിട്ട് ഇറങ്ങി ആ കൽപ്പൊടിയിട്ട റോഡ് വഴി കയറി കഴിയുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടെന്നൊക്കെയാണ്. എൻ്റെ പൊന്നെ, എന്ത് റോഡാണ്! നടപടി ആയത് കേസാണ് അത്. ഞാൻ വിളിച്ച് പറഞ്ഞ് എന്താ പോലെ എനിക്ക് സംഭവം അവിടെ മനസ്സിലാവാ, ഒന്ന് ക്യാൻസലാക്കിയിട്ട് ഈ വഴി തന്നെ പോകാനാണ് എല്ലാവരും പറയണത്. എൻ്റെ പൊന്നെ, ആ വഴി വൃത്തിയായിട്ട വഴി അടുത്ത് പോയി. ഇപ്പം ഇവിടെ എവിടെയെങ്കിലും പോയി നിൽക്കാം. അപ്പോൾ ഒരു 6 കിലോമീറ്ററാണ് ഞാനിപ്പോൾ അങ്ങാടും ഇങ്ങാടും ഈ കസ്റ്റമർ എടുക്കാൻ വേണ്ടി നടന്നത്. കസ്റ്റമറെ കിട്ടിയില്ല. ഞാൻ വിളിച്ച് പറഞ്ഞു മേഡത്തിനടുത്ത്, മേഡം ഒന്ന് കട്ട് ചെയ്തോ, എനിക്കത് അവിടം വരെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അപ്പോൾ അവർ കട്ട് ചെയ്ത് റൈഡർ ക്യാൻസൽ ചെയ്തു. അടുത്ത വണ്ടി വരട്ടെ, അല്ലാണ്ട് തന്നെ എന്ത് ചെയ്യണം? ഞാൻ ഈ കിടന്ന് അങ്ങാട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഈ ജംഗ്ഷൻ്റെ അവിടെ എവിടെയെങ്കിലും പോയി നിൽക്കാം. അടുത്ത് വന്നു. ഇത് അതിൻ്റെ അങ്ങോട്ടേക്കാണ് ദൈവത്തിനറിയാം. ദൈവമേ, ആ വഴി ആകരുതേ. 8 മിനിറ്റ് അപ്പുറത്താ. എൻ്റെ ദൈവം, എല്ലാം വള്ളിയാണല്ലോ എൻ്റെ ദൈവം. എനിക്ക് ഇന്ന് വള്ളിയുടെ ദിവസമുണ്ട്. എനിക്ക് 8 മിനിറ്റ് അപ്പുറത്തുനിന്ന് ഒരു അടി വന്നിട്ടുണ്ട്. 198 രൂപ. നമുക്ക് ഈ കസ്റ്റമർ നിൽക്കണ സ്ഥലവും ആകെ ഇടങ്ങേറ് പിടിച്ച സ്ഥലവും കുഴിയും കുണ്ടും കുഴിയും ഭയങ്കര സീനാട്ടോ. ചില സമയത്ത് നമുക്ക് വട്ടായി പോകുന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോവും. ഒന്നും പറയണ്ട. ഇപ്പം ഞാൻ എത്ര പ്രാവശ്യം ഈ വഴി കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണല്ല, കാറിലാണ്. 3 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഇപ്പം ട്രിപ്പ് വന്നേക്കണത്. ഇനി ഇത് എവിടെയാണ് ദൈവത്തിനറിയാം. അല്ലേ, ഇൻകമിങ് കോൾ ഫ്രം ഊബർ. ഹലോ, ഓക്കെ. ഇതിൽ 3 മിനിറ്റ് എന്തോ കാണിക്കണം. 3 അല്ല, 7 മിനിറ്റ് 7 മിനിറ്റ് കാണിക്കണം. 7 മിനിറ്റ് കാണിക്കണത്. ഗൈസ്, ഇതാ കസ്റ്റമർ തന്നെയാണ്. വള്ളി എന്നൊക്കെ പറഞ്ഞ പൂര വള്ളി. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഏരിയ ഉണ്ട്. മാങ്ങാത്തൂരി ദിവസം ദൈവമേ, കുളം നോക്കണ ദിവസമാണെന്ന്. കൈസാൻ ജംഗ്ഷനിലെത്തിയപ്പോൾ വേറൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ ട്രിപ്പ് എടുക്കാം. ഇതൊരുമാതിരി വള്ളി പിടിച്ച സ്ഥലം ഉണ്ടോ. നമ്മ ഈ ഓഫ് റോഡൊക്കെ കയറി പല സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ മെനക്കെട്ട ഏർപ്പാടാണ്. കസ്റ്റമർ നിൽക്കണം അവിടെയല്ല, ഇവിടെയാണ്. കസ്റ്റമർ ലൊക്കേഷൻ തെറ്റിച്ചിടും. എന്തൊക്കെ വള്ളിയാണെന്നറിയോ കിട്ടണത്. അത്രയും ഓഫ് റോഡ് കയറി നമ്മൾ അവിടെ എത്തിയിട്ട് കിട്ടിയേക്കണ പണി ആരോട് പറയാൻ. അടുത്തത് ബ്ലോക്കാണോ? ഈ പൈപ്പ് ഉണ്ടായിരുന്നു, പൈപ്പ് നോക്കി. ആ കസ്റ്റമർ ഞാൻ തൊട്ടടുത്താ, പുള്ളിക്കാരി തന്നെ പറഞ്ഞു ഞാൻ തൊട്ടടുത്താ നിൽക്കണേന്ന്. ഞാനുള്ള എല്ലാ വഴിയിലും പോയി. പുള്ളിക്കാരി എന്നിട്ട് റോട്ടിലിറങ്ങി നിൽക്കണേണ്. എന്നിട്ട് അമ്മ പറയണ കേൾക്കണം, ഞാൻ കേൾക്കണേണ്. നീ ആ റോട്ടിലിറങ്ങി നിന്നിട്ട് പറയടി. അപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് പറയണേ ഞാൻ ചേട്ടനെ കാത്ത് റോട്ടിലിറങ്ങി നിൽക്കണേണ്. പിന്നെ പിന്നെ അമ്മ അവിടെ നിന്ന് പറയണം നീ ആദ്യം റോട്ടിലിറങ്ങി നിൽക്കടി. അപ്പോൾ നമ്മളെന്താ വിചാരിക്കേണ്ടത്, പുള്ളിക്കാരത്തി വീട്ടിൽ തന്നെ ഇരിക്കണേ.
ഞാൻ ആ ലൊക്കേഷനിൽ വന്ന് തിരിച്ചു പോയതാണ്. പുള്ളിക്കാരത്തി റോട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ അത്ര ഓഫ് റോഡും കഴിഞ്ഞ് കസ്റ്റമറെ നോക്കി പോയപ്പോൾ കസ്റ്റമർ നമ്മളായിട്ട് പൊട്ടനാക്കണം. ഞാൻ പറഞ്ഞു ക്യാൻസലാക്കിക്കോ, അത് വേറെ വണ്ടി വരും, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാന്ന് പറയും. ഞാൻ അവരെ കൊണ്ട് തന്നെ ക്യാൻസലാക്കിച്ച്. എനിക്ക് ആളെ പൊട്ടനാക്കണം. എന്ത് പറയാൻ. ഇനി ഇത് എവിടെ നിന്നാണെന്ന് ദൈവത്തിനറിയാം. ഇത് ഏതാ സ്ഥലമൊന്നും പോലെ എനിക്കറിയില്ല. മെഡിക്കൽ ഷോപ്പ് പൂക്കാട്ടുപടി റോഡാണ്. എന്തായാലും പൂക്കാട്ടുപടിയിലേക്ക് പോകുന്ന വഴിയാണ്. കൈസ് ഞാൻ എന്തായാലും ഈ കസ്റ്റമറേയും കൂടി പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാണാം. കൈസ് ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടാ. ഇപ്പം നമ്മുടെ ടൈമർ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെ നിന്നാണ് കസ്റ്റമർ വന്നതെന്ന് അറിയില്ല. എന്തായാലും ലൊക്കേഷനിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ആര് വിളിക്കട്ടെ. കൈസ് ആ ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാ. 220 രൂപ കിട്ടിയിട്ടാ എനിക്ക്. ഫാമിലി കസ്റ്റമർ ആയിരുന്നു. 2 മക്കളും ഒരു ഭാര്യയും ഭർത്താവും. പുറത്തുനിന്നാണെന്നുള്ള ടീമാണ്ട. അവരുടെ കയ്യിൽ 500 റുപ്പീസ് ഉണ്ടായിരുന്നു. ആ കസ്റ്റമർ തിരിച്ചുണ്ട് സത്യത്തിൽ, പക്ഷെ എപ്പോഴാണെന്ന് അറിയില്ല എന്നാണ് പറയണത്. എനിക്കാണെങ്കിൽ യൂറിനേറ്റ് ചെയ്യാനായിട്ട് ആ കിടങ്ങിയാറ്. ഞാൻ ഒരു പമ്പ് നോക്കി കിടക്കണേ. നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടില്ല. സ്പോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് മൂത്രം ഒഴിക്കായിരുന്നു. ആകെ ശോകം. 10 കിലോമീറ്റർ ഓടാൻ 220 കിലോമീറ്റർ 220 റുപ്പീസാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അടുത്ത കസ്റ്റമറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ മുമ്പ് എവിടെയെങ്കിലും ചായക്കടയിൽ കയറാം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പെട്രോൾ പമ്പിൽ കയറി യൂറിൻ പാസ് ചെയ്തു. ഇവിടെ CNG ഇല്ല. CNG നമ്മളെ തീരാറായി. 2 ഘട്ട CNG ഉള്ളൂ കേട്ടോ. CNG നൈസായിട്ട് ഇടിക്കണം. ട്രിപ്പൊന്നും വന്നിട്ടില്ല. ഈ ഏരിയയിൽ ട്രിപ്പൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഞാനിവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒരു മസാല ദോശ നൈസായിട്ട് കഴിച്ചിട്ട് വരാട്ടോ. ഇവിടെ മസാല ദോശ കഴിക്കണ സ്പോട്ടൊന്നും ഇല്ലല്ലോ. മുമ്പോട്ട് പോവാം. 10:45 രാവിലെ തൊട്ട് പട്ടിണിയാണ്. അകപ്പാടെ ഓടി കിട്ടിയേക്കണ 600 റുപ്പീസാണ്ടാ. 600 സംതിങ്. 3 ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിൽ 600 സംതിങ്ങാണ് നമുക്ക് കിട്ടിയേക്കണേട്ടാ. ആലുവയിൽ നിന്ന് കാലിയോടി ഞാനിവിടെ വന്നിട്ടാ. CNG തീർന്നിരിക്കണായിരുന്നു. ഇത് ചായക്കടയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം. അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞാനിവിടെ നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിശന്നിട്ട് വയ്യ, ഒരു രക്ഷയില്ല. പത്തേ മുക്കാലായി. ഇനി ട്രിപ്പൊക്കെ കുറയും. ചേട്ടൻ എന്താണത് പോണില്ലേ? ഗൈസ് ഇവിടെ കയറി ഫുഡ് അടിച്ചിട്ട് വരാം. ഹോട്ടൽ ആര്യാസ്. ഇവിടെ കയറി ഒരു മസാല ദോശ കഴിക്കാം, എന്നിട്ട് വരാം. ഇത്രയും നേരമായിട്ട് ഒരു ട്രിപ്പ് പോലും പിന്നെ അടിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഫുഡ് വരെ കഴിച്ചു കഴിഞ്ഞു. CNG അടിച്ച് ഫുഡ് കഴിച്ച് കാലിയോടി ഇവിടം വരെ എത്തി. ഒരു രക്ഷയില്ലടാ. ട്രിപ്പെന്ന് പറഞ്ഞ സാധനമില്ല. ട്രിപ്പെന്ന് പറഞ്ഞ സാധനമില്ല. ഇതൊരു ഇടങ്ങേറ് പിടിച്ച വഴിയാണത്. എല്ലാ വണ്ടികളും കുത്തി കുത്തി കയറ്റും. ഇനി നമുക്ക് ട്രിപ്പ് വന്നിട്ട് കാണാട്ടോ. 649 രൂപയിൽ 240 രൂപയുടെ അടുത്ത് ഞാൻ ഊബറിന് കൊടുക്കണം. 650 രൂപ ഞാൻ CNG അടിച്ചു. അതായത് നമുക്ക് ഇന്നൊന്നും ഓടി കിട്ടിയിട്ടില്ല. സത്യത്തിൽ കിട്ടാൻ പോകണേ ഉള്ളൂ. ഇനി ട്രിപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് കയ്യിൽ കാശ് എത്തുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ അതേ HMTയിൽ കളമശ്ശേരിയിലാണ് വന്നിരിക്കണത്. എപ്പോൾ ട്രിപ്പ് കിട്ടും എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടറിഞ്ഞോ. ഒരു 3 മണി വരെ വന്ന് തൈക്കാവിലേക്കാണ് ഒരു ട്രിപ്പ് അടിച്ചേക്കണത്. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാൻ പോയി പിക്ക് ചെയ്യടാ.
ഈ കസ്റ്റമർ നമ്മുടെ തൊട്ട് പുറകിലാണ് നിൽക്കണേടാ. അപ്പോൾ പുള്ളി ലൊക്കേഷൻ നോക്കിയപ്പോൾ പറഞ്ഞ് ചേട്ടാ അവിടെ തന്നെ നിന്നോ, ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് പുള്ളി ഇപ്പം ഇങ്ങോട്ട് നടന്നു വന്നിട്ട് കേട്ടോ. പുള്ളി ഊബർ ബുക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 50 മീറ്റർ പോലും എത്തിയില്ല. അതിന് മുമ്പ് തന്നെ പുള്ളി ചേട്ടാ ഇവിടെ ഒന്ന് ഒതുക്കി, ഞാൻ ഒരു പേപ്പർ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പം ഇറങ്ങിയാട് പോയിട്ടാ. ഗൈസ് പുള്ളി സ്റ്റോപ്പ് ആഡ് ചെയ്തിട്ടില്ല. പുള്ളി പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റുമോ, സ്റ്റോപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കണത്. അപ്പോൾ പുള്ളി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടാ ഞാൻ KCBയിലേക്കാണ് പോണത് ആലുവ, അവിടെ നിന്ന് ഞാൻ തിരിച്ചുണ്ടാവും ഇങ്ങോട്ട്, അപ്പോൾ അവിടെയും വെയിറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താ സംഭവിക്കണേന്ന് നിങ്ങൾ ലൈവായിട്ട് കണ്ടോളൂ. ഞാനെന്തായാലും സ്റ്റോപ്പ് ആഡ് ചെയ്യിപ്പിച്ചില്ലടാ, പുള്ളിനോട് പോയിക്കോളാൻ പറഞ്ഞു. കാരണം പുള്ളി ഭയങ്കര തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ തിരക്കുള്ള മനുഷ്യനെ കൊണ്ട് ഇനി സ്റ്റോപ്പും കൂടി ഞാൻ ആഡ് ചെയ്യിപ്പിച്ചിട്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ആഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കമ്മീഷനും കൂടി കയറ്റി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു സ്റ്റോപ്പ് ആഡ് ചെയ്യണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവരിപ്പോൾ ഇവിടെ 5 മിനിറ്റാണ് പറഞ്ഞേക്കണം കേട്ടോ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ. ഇനി അവിടെ 5 മിനിറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അവിടം വരെയുള്ള ബുക്കിങ്ങേ ചെയ്തിട്ടുള്ളൂ. തിരിച്ച് വരുമ്പോൾ ഈ എമൗണ്ട് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ പുള്ളി. ഓക്കെ, എന്തായാലും നമുക്ക് ട്രിപ്പിലാണ്ടിരിക്കണേ, എങ്ങനെയെങ്കിലും ഒരു ട്രിപ്പ് കിട്ടണമല്ലോ. എന്തായാലും കൊള്ളാം. തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഉണ്ട്. എത്ര രൂപ മേടിക്കും, എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾ നോക്കിക്കോട്ടെ. എത്ര രൂപ പുള്ളി തരുമോയെന്ന് ആദ്യം നോക്കട്ടെ. നമ്മൾ ചോദിച്ച് മേടിക്കണം ശരിയല്ലല്ലോ. നമ്മൾ കറക്റ്റ് എമൗണ്ടാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പോൾ എത്ര രൂപ തരുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ സാർ ഒരു 50 രൂപ കൂടി കൂട്ടി താ സാറേ, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പുള്ളി എത്ര തന്നെ അത് മേടിച്ചുകൊണ്ട് ഞാൻ പോകട്ടെ. എന്തായാലും നോക്കാം. 14 മിനിറ്റാണ് അങ്ങോട്ട് കാണിച്ചേക്കണത്. അവിടെയും പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒരു 5 മിനിറ്റ്, ഇവിടെയും 5 മിനിറ്റാണ് പറഞ്ഞേക്കാം കേട്ടോ. നോക്കാം ഗൈസ്. പുള്ളി ഇവിടെ ഇറങ്ങിയിട്ടാ ഇലക്ട്രിസിറ്റി ബോർഡിൽ, ഇലക്ട്രിസിറ്റിയുടെ ഓഫീസിൽ ഇറങ്ങി. പുള്ളി എന്തോ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇപ്പം തന്നെ വരാം, ഒരു 5 മിനിറ്റ് എന്നാണ് പറയണത്. അവിടെ 5 മിനിറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ബ്രോ പോസ്റ്റ് ആയെങ്കിൽ സോറി, അവിടെ എത്തുമ്പോൾ പറഞ്ഞാൽ മതി, എത്ര രൂപ എന്ന് വെച്ചാൽ തരാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞാൽ പുള്ളി. അപ്പോൾ നല്ലൊരു കസ്റ്റമറാണ്, മനസ്സിലായോ. ഇതെനിക്ക് 200 റുപ്പീസാണ് അയക്കണത് അവിടെ നിന്ന് ഇങ്ങോട്ട്. തിരിച്ചു നമുക്ക് ആ എമൗണ്ട് തന്നെ മേടിക്കാം. പിന്നെ എല്ലാം പുള്ളി തരണ പോലെ, നമ്മളൊന്നും ചോദിക്കില്ല. ഇവിടെ എത്ര മിനിറ്റ് പോസ്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാതിരിക്കുക ചെയ്യാം. അരമണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സോ കംപ്ലീറ്റ് യൂബർ ഗോ 200 ആണ്ടോ. യെസ്, നല്ല കസ്റ്റമറാണ്, റേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 849 റുപ്പീസാണ് കിട്ടിയേക്കണത്. 1151 ഓഫ്ലൈനാക്കി ഇട്ടേക്കാം. അപ്പോൾ വെച്ചാൽ വരെ ഇനി തിരിച്ച് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. പൈസ എനിക്ക് പുള്ളി തന്ന 500 റുപ്പീസാണ്ടാ. അതായത് 200 പിന്നെ ജസ്റ്റ് ആ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് പുള്ളി 100 റുപ്പീസും കൂടി തന്നിട്ടാ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് വെയിറ്റ് ചെയ്തല്ലേ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 100 റുപ്പീസും കൂടി തന്നിട്ട് സെറ്റ്. പൈസ അങ്ങനെ ഇപ്പം നമുക്ക് 1042 രൂപ ഊബറിൽ ഓടിക്കിട്ടി. ഒരു എക്സ്ട്രാ ഒരു 185 രൂപ നമുക്ക് ടിപ്പും കിട്ടിയിട്ടാ ഇന്നത്തെ ദിവസം. 1:20 ഉണ്ടോ. ഇതിൽ 3 മിനിറ്റ് സ്ലോ ആണ്. ഇവിടെ നിന്നിട്ട് ഒരു ട്രിപ്പ് പോലും കിട്ടിയില്ല കേട്ടോ. ആകെ ഇടങ്ങേറായി. വെയിലും കൊണ്ട് നമുക്ക് തണലത്തിടാനൊരു സ്ഥലമില്ല. ഞാൻ ഇപ്പം നൈസായിട്ട് പതുക്കെ നമ്മുടെ എടപ്പള്ളി സൈഡിലോട്ട് പോകണേ കേട്ടോ. വെയിലത്ത് നിന്നിട്ട് എൻ്റെ അമ്മ വേർത്ത് കുളിച്ച്. രക്ഷയില്ല ഗൈസ്, ഒടുക്കത്തെ ചൂട്. എൻ്റെ കിളി സെറ്റ് സാധനം BMW. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. 2 കാലമായി. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തായി വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒരു ട്രിപ്പിലിട എല്ലാവരും കാലുകൊട്ടി കിടക്കണം. ഞാനിപ്പോൾ അത് എടപ്പള്ളിയിലേക്ക് വന്ന് എൻ്റെ ഒരു കമ്പനിക്കാരൻ വിളിച്ചിട്ട് ഇവിടെ ഒരു ഐഫോൺ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവനെങ്കിലും ഒരു ഉപകാരമാട്ടെ എന്ന് വിചാരിച്ച് ഇവിടം വരെ വന്നതാണ്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം വെച്ചാനേ, ഒരു രക്ഷയില്ല. കൊച്ചി റൈഡർ എന്താണ്, ഒരു ട്രിപ്പ് ഉണ്ടെങ്കിലല്ലേ നീ ഒരു കൊച്ചി റൈഡർ ആവുള്ളൂ.
രാവിലെ എണീറ്റ് 3 മണി വരെ ഓടാനാണ് എൻ്റെ പ്ലാനിങ്. പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ ലോക്കായി പോണ പോലെയാണ്. ട്രിപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ട്രിപ്പ് തരില്ലടാ എന്നുള്ള മൈൻഡാണ് ഊബറിൽ. അപ്പോൾ ഇനി നമുക്ക് നൈസായിട്ട് പതുക്കെ വീടിന് അങ്ങോട്ടേക്ക് പോവാട്ടാ. ഞാൻ ടയർഡാണ്. ആകെ ഒരു മസാല ദോശയാണ് ഇന്നൊരു ദിവസം കഴിച്ചേക്കണം. നൈസായിട്ട് വീട്ടിലോട്ട് കയറാം. ഇനി പോകുന്ന വഴിക്ക് വല്ല ട്രിപ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ സെറ്റാകാം. ഇനി എത്ര 10-12 കിലോമീറ്ററിനടുത്തുണ്ട് വീട്ടിലോട്ട്. അത് ഞാൻ കാലി ഓടി പോകേണ്ടി വരുമല്ലോ, ഒരു ട്രിപ്പ് പോലും തന്നില്ല. അങ്ങനെ വീട്ടിലോട്ട് കാലി ഓടി പോകുമ്പോൾ തന്നെ ഒരടി വന്നിട്ടാ. ഇതെപ്പോട്ടെ ഞാൻ നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് മാർട്ട് പോയി പിക്ക് ചെയ്യട്ടെ ഗൈസ്. കലൂര് പോത്തീസിലേക്കാണ്ടാ നമുക്ക് ഒരു ട്രിപ്പ് വന്നത്. 210 രൂപ മേടിച്ച് അതിൽ 130 രൂപ എനിക്ക് കിട്ടിയിട്ടാ. ബാക്കി ഊബർ കൊണ്ടുപോയി. അപ്പം നമ്മൾ കലൂര് വരെ എത്തിയിട്ടാ. ഇനി കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് നോക്കിയിരിക്കണാണ്. സമയം 2:36 എന്തായാലും കാലിയോടി വീട്ടിലോട്ട് പോകണ ട്രിപ്പ് അടിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്കിവിടെ നിൽക്കാട്ടാ. പത്മ തിയേറ്ററിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ പോയി. MG റോഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. കസ്റ്റമർ തൊട്ടടുത്താണ് നിൽക്കണത്. ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, നോക്കട്ടെ. എവിടെ കസ്റ്റമർ എവിടെ? ലൊക്കേഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഓടിവായോ. മേഡം വിളിച്ച് പറഞ്ഞിട്ടാ എൻ്റെ അടുത്ത് ഇപ്പം തന്നെ വരാട്ടോ മോനെന്ന് പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു കൊടുത്തത് 5th Avenue റോഡിൻ്റെ മെയിൻ റോഡിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ മറ്റേ ഇത് നടന്നുകൊണ്ടിരിക്കണേടാ, വെയിറ്റിംഗ് ഫോർ റൈഡാ. ഇത് 5 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ 4 രൂപ 5 രൂപ എന്തോ കിട്ടും. 5 രൂപ 10 രൂപ സംതിങ് കിട്ടും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടാ, വെയിറ്റിംഗ് ടൈമാണത്. ഇനി 2:10 അങ്ങനെ. അപ്പോൾ പത്മ തിയേറ്റർ വരെ കിട്ടി. ഇനി നേരെ അവിടെ നിന്ന് ഒരു കൊച്ചിക്കും കൂടി കിട്ടിയ സുഭാഷ് സെറ്റ് നേരെ വീട്ടിലേക്ക് ഇറങ്ങാൻ. ടയർഡായി ഗൈസ്. 5:30 മണിക്ക് ഇറങ്ങിയ. അപ്പോൾ 2:45. രാവിലെ 5 മണിക്ക് ഞാൻ എണീറ്റ് 5:30 മണിയൊക്കെ പല്ലൊക്കെ തേച്ച് സെറ്റായത്. ടൈമർ ഈസ് പോസ്റ്റ് എന്ന് പറഞ്ഞു വന്നേക്കണം. അതെന്ത് ചെയ്തിട്ടാ, ഞാൻ എന്ത് ചെയ്തിട്ടാ ഗൈസ്? ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 130 രൂപ മേടിച്ചു. 123 രൂപ 123 രൂപ എനിക്ക് കിട്ടിയിട്ടാ. ഊബർ അതിൽ നിന്ന് അധികം കമ്മീഷനൊന്നും എടുത്തില്ല. 1293 രൂപയായിട്ട് ഇപ്പം നമുക്ക്. യെസ്. പിന്നെ നേരെ വീടിൻ്റെ അങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ ഇട്ട് വെച്ചേക്കണാണ്. അങ്ങോട്ട് പോവാം. അവിടെ ഒരു വാഗനറിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. KL 71 ആയിരുന്നു കേട്ടോ. 2-3 വണ്ടികൾ ഉണ്ടായിരുന്നു. അവരോടൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചപ്പോൾ ബാക്കിൽ വണ്ടികൾ വന്ന് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വളക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ 3:26 ഞാൻ നേരെ വീട്ടിലെത്തിയിടാം. ഇനി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഒപ്പിക്കാൻ പറ്റും. പക്ഷേ ഊബറിൽ ട്രിപ്പിങ് അടുത്ത് തന്നില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ ട്രിപ്പ് ഇങ്ങനെ തന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓടി പൈസ ഉണ്ടാക്കായിരുന്നു. പക്ഷേ ഊബറിൽ ഇപ്പോൾ ട്രിപ്പുകാരിൽ ശോകമാണ്. പിന്നെ ലാസ്റ്റ് കയറിയ കസ്റ്റമർ ഒരു പ്രഗ്നൻ്റ് ലേഡി ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തിനെ പയ്യെ കൊണ്ടാക്കി 2 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മച്ചാമല ഇനി വലിച്ചിട്ട് കൊളാക്കുന്നില്ല. ഫുള്ളി ടയേർഡായി പോയി. രാവിലെ എണീറ്റതാണല്ലോ. ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങണം. എന്നിട്ട് ഇനി വീഡിയോ ഒക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് നാളെ രാവിലെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ മച്ചാമലെ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേടാ. ബൈ. കൊച്ചി റൈഡർ. ഊബർ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറിയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചേക്കണം എയർപോർട്ടിലേക്ക്. എൻ്റെ പട്ടി പോവും.